ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ടേസ്റ്റി ഈവനിങ് സ്നാക്സാണ്. ബ്രെഡും ചിക്കനും മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ടൊരു വെറൈറ്റി ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുമൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു 3 സവാള, അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് നമുക്കിത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. എരിവ് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയ ശേഷം നമുക്ക് മറ്റുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളിയുടെ ഒരു പകുതി ഭാഗം, അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഭാഗം, അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയ ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പുറമായിട്ട് അതേ ഒരു അളവിൽ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലും കുറവ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് അതേ ഒരു അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ചിക്കനാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് കുക്കറിൽ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7-8 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് 4 കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് ഒരു അരക്കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ആ അരക്കപ്പ് പാലും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് 4 കോഴിമുട്ടയാണ്. അതും കൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 5 ഒക്കെ. ഞാനിവിടെ കുറച്ച് ചെറിയ കേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 4 മുട്ടയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 എണ്ണമൊക്കെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ട് ബ്ലെൻഡായി പോകരുത്. എന്നാൽ അത്യാവശ്യം വേണ്ട രീതിയിലൊന്ന് അരഞ്ഞെടുക്കുകയും വേണം. അപ്പോൾ ഓവറായി പോയാൽ നമ്മുടെ ഈ മാവ് നന്നായിട്ട് ലൂസായി പോവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ ആവശ്യമായ പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ചെറുതായിട്ട് ഹാഫ് കുക്കാവുന്ന വരെ നമുക്കൊന്ന് എടുക്കാം. എന്നതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഫില്ലിംഗ് ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വല്ലാണ്ട് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് 25-30 മിനിറ്റോളം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കി 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം അപ്പോൾ ജസ്റ്റ് ആ അടപ്പിൻ്റെ ഭാഗം തട്ടിയിട്ട് കേക്കിൻ്റെ ഒരു ഭാഗം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാനിലോട്ട് ഓയിലോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് മറച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈസി ഈവനിങ് ബ്രെഡ് ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.